അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു തക്വീർ 15-16 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, എന്നാൽ അങ്ങനെയല്ല, ഞാൻ സത്യം ചെയ്യുന്നു പിൻവാങ്ങുന്നവയെ കൊണ്ട്. അൽ ജവാരിൽ കുന്നസ്, സഞ്ചരിക്കുന്നവയെ കൊണ്ട്, അപ്രത്യക്ഷമാകുന്നവയെ കൊണ്ട്. ഫലാ, എന്നാൽ അങ്ങനെയല്ല, ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിൽ ഖുന്നസ്, പിൻവാങ്ങുന്നവയെ കൊണ്ട്. അൽ ജവാരി, സഞ്ചരിക്കുന്നവയെ കൊണ്ട്, അൽ കുന്നസ്, അപ്രത്യക്ഷമാകുന്നവയെ കൊണ്ട്. നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തിയവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്ത അറേബ്യൻ ജനതയിലെ കുറേയേറെ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളിൽ സൗഭാഗ്യദേവതകളും ദുർദേവതകളും എല്ലാം ഉണ്ടായിരുന്നു. ഭാഗ്യം നിശ്ചയിക്കാനും ദൗർഭാഗ്യം നിശ്ചയിക്കാനും നക്ഷത്രങ്ങളുടെ സഞ്ചാരങ്ങൾ കാരണമാകും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. നക്ഷത്രങ്ങളുടെ ഉദയം, അസ്തമയം, ഉയർച്ച, താഴ്ച, അതിൻ്റെ ഗതിവിഗതികൾ, അത് മിന്നിമറയുന്നത്, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ അവർക്കിടയിൽ പ്രചരിച്ചിരുന്നു. അതിനെ നന്നായി ചില ആളുകൾ ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരം ചൂഷണങ്ങൾക്കൊരു ഉദാഹരണമാണ്, ഇന്ന നക്ഷത്രങ്ങൾ ദിശ തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനാൽ നിങ്ങൾക്ക് അത് മുഖേന വലിയ വിപത്ത് വരാനിരിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലുള്ള തന്ത്രവും മന്ത്രവുമെല്ലാം എനിക്കറിയാം, അതുകൊണ്ട് എന്നെ സമീപിക്കണമെന്ന് പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്തിരുന്ന അന്ധവിശ്വാസത്തിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റുമാർ അതിൽ വിശ്വസിച്ച് ആ പറയുന്നത് സത്യമാണെന്ന് കരുതി അവരെ സമീപിക്കുകയും അവർ പറയുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഈ നക്ഷത്രങ്ങൾ ദിശ തെറ്റി സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആപത്തിൽ നിന്നും രക്ഷ തേടാൻ അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെയും അടിവേരറുക്കുന്ന പ്രയോഗമാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് അള്ളാഹു ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് ഖുന്നസ് എന്നാണ്. അവ പിൻവാങ്ങുന്നവയാണ്. അവയൊരിക്കലും സ്ഥായിയായി നിലനിൽക്കുന്നില്ല. അവയെ പിൻവലിക്കുന്ന, അവ ഇപ്പോൾ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തി അവയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേരാണ് അള്ളാഹു. അൽ ജവാരി, അവ സഞ്ചരിക്കുന്നവയാണ്, പക്ഷേ സ്വതന്ത്രമായ സഞ്ചാര പദങ്ങളല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ചിടത്തുകൂടെ മാത്രമേ സഞ്ചരിക്കൂ. ഇവർ പറയുന്നത് പോലെ ദിശ തെറ്റി ഒരിക്കലും സഞ്ചരിക്കുകയില്ല. അൽ കുന്നസ്, അവ അപ്രത്യക്ഷമാകുന്നവയുമാണ്. അഥവാ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലും അധികാരത്തിലുമുള്ള സൃഷ്ടികൾ മാത്രമാണ് ഇവ. ഈ നക്ഷത്രങ്ങൾക്ക് ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹു തീരുമാനിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്നു, അള്ളാഹു തന്നെ തീരുമാനിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു, അള്ളാഹു തീരുമാനിക്കുമ്പോൾ പിൻവാങ്ങുന്നു. ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കഴിവുകളിലെ ചില അംശങ്ങളോ ഒന്നും ഇവക്ക് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിലുള്ള നക്ഷത്രങ്ങളെ കൊണ്ടാണ് അള്ളാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിജാലങ്ങളിലും സത്യം ചെയ്യാം, പക്ഷേ അടിമകൾക്ക് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്നുകൂടി കൂട്ടത്തിൽ നാം മനസ്സിലാക്കുക. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 2 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഖ, ഖ, ഖാഫ്, ഖാഫ്. ലാ ഉഖ്സിമു, ലാ എന്ന വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ അലിഫ് വന്നു. തൊട്ടടുത്ത വാക്കായ ഉഖ്സിമു എന്നതിൻ്റെ തുടക്കത്തിൽ ഹംസും വന്നു. ഇങ്ങനെ വന്നാൽ 4 അനക്കം വരെ വേണമെങ്കിൽ നീട്ടാവുന്നതാണ്, നിർബന്ധമില്ല. മദ് ജായിസ് മുൻഫസിൽ എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഉഖ്സിമു, ഖ് എന്ന് വെളിപ്പെടുത്തി പറയുക, ഉഖ്സിമു എന്ന് പറയരുത്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ, ഖുതുബ്, ജദ്, ഈ അക്ഷരങ്ങളിൽ സുക്കൂൻ വന്നാൽ വ്യക്തമായി കേൾക്കത്തക്ക വിധം ഉഖ്സിമു എന്ന് ഉച്ചരിക്കണം. ഖുന്നസ്, കുന്നസ്, രണ്ടിടത്തും നൂൻ ഇരട്ടിച്ചു വന്നു മണിക്കുക. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, അൽ ജവാരിൽ കുന്നസ്, അൽ ജവാരിൽ കുന്നസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.